മാർച്ച് അവസാനമായാലും ശരി തന്നെ ഒരുക്കങ്ങൾ നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം ഒരു റൗണ്ടായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അധിക ദിവസം കിട്ടും എന്നാണ് തോന്നുന്നത്. പിന്നെ കുറേ ഉത്സവ ദിവസങ്ങൾ ഇതിനിടയ്ക്കുണ്ട്. മാക്സിമം സമ്പർക്കം നടത്തിയെടുക്കുക. ആവശ്യത്തിലധികം സമയമുണ്ടെന്നാണ് വിശ്വാസം. അതാ പറഞ്ഞ ഉത്സവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമൊക്കെ വേളകളാക്കി മാറ്റും. എനിക്ക് തോന്നുന്നില്ല. ഇത് ഉത്സവ ആഘോഷം അതിൻ്റെ വഴിക്ക് പോകും. അതിനിടയ്ക്ക് നമ്മളും ഒന്ന് കടന്ന് പങ്കെടുത്ത് സമ്പർക്കം പുലർത്തും. എല്ലാവരും ഓടത്തില്ലേ? ഞാൻ മാത്രമല്ലല്ലോ, രാജ്യം മുഴുവൻ ഓടി നടക്കല്ലേ അല്ലേ? പ്രതികരണം എങ്ങനെയാണെന്ന് നിങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. മാറ്റം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഞാൻ വേറെ ഒരു മണ്ഡലത്തിലും ഇതുവരെ പോയിട്ടില്ല. പക്ഷേ സൂചന കേന്ദ്ര പാർട്ടിക്ക്, സെൻട്രൽ പാർട്ടിക്ക് അതിനുള്ള പൾസ് കിട്ടുന്ന, പൾസ് ഗ്യാദർ ചെയ്യുന്ന ഓരോ സ്റ്റേഷൻസ് ഉണ്ട്. അത് ഇൻ്റലിജൻസ് ആയാലും ശരി തന്നെ, ലോക്കലായിട്ട് ഓരോ മണ്ഡലത്തിലും അവർക്ക് ഇത് അനലൈസേഴ്സ് ഉണ്ട്. അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് എനിക്ക് തോന്നുന്നു 2 അല്ലെങ്കിൽ 3 ചിലപ്പോൾ 4 എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ഏകദേശം 40-41 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരേണ്ട പ്രവണതകളാണ്. ആ പ്രവണതകൾക്ക് ഒരുപാട് അടിസ്ഥാനപരമായ കാരണങ്ങളും വോട്ടേഴ്സ് കണ്ടെത്തും. അതും ഞങ്ങൾക്ക് സാധകമാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇല്ല, അതൊക്കെ പാർട്ടിയാണ് നിശ്ചയിക്കുന്നത്. ഇപ്പം 18-ാം തീയതി വരെ മണ്ഡല പര്യടനം നടക്കും. 18-ാം തീയതി കൊണ്ട് 14 മണ്ഡലങ്ങളും സന്ദർശിച്ചു കഴിയും. ഏതാണ്ട് പുതുതലമുറ ദേശം എന്ന് പറയുന്ന, രാജ്യം എന്ന് പറയുന്ന വിചാരത്തിലേക്ക്, ദേശം എങ്ങനെ പങ്കുചേരണം എന്ന് പറയുന്ന ചിന്താഗതിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് പ്രധാനമന്ത്രി ആദ്യം സൂചിപ്പിച്ചത്. ഒരു രാജ്യത്തെയും ഓരോ സംസ്ഥാനത്തെയും യുവ ചില നിശ്ചയങ്ങളിലെത്തുന്നുണ്ട്. അപ്പോൾ ആ ലക്ഷണം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങനെയല്ല, ജനങ്ങളാണ്. ഞാൻ പറയുന്നത് അങ്ങനെ പറയാനൊക്കത്തില്ല. കാരണം ഒരു അവലോകനം കഴിഞ്ഞ 5, 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 ടേമിൻ്റെ അവർ നൽകിയ വോട്ടിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് പറയുന്ന വിലയിരുത്തൽ വേണ്ടേ? അല്ല, അത് ന്യായമായ വിലയിരുത്തലല്ലേ? ഓരോ മണ്ഡലം അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ 5 വർഷം എങ്ങനെയായിരുന്നു, അതിന് മുമ്പത്തെ 5 വർഷം എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ഒരു പഠനം നടത്തണ്ടേ? അങ്ങനല്ലേ വോട്ട് നിശ്ചയം മാറുകയോ അല്ലെങ്കിൽ ചെയ്തതിൽ ഉറയ്ക്കുകയോ ഒക്കെ വേണ്ടത്. അത് നടക്കും. അതും ശ്രമം നടക്കും. വികസനം മാത്രമല്ല, ചില പഴയകാല ജനപ്രാതിനിധ്യത്തിൻ്റെ മികവോ വീഴ്ചയോ ചർച്ച ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട് 5 വർഷം കൂടെ തമ്പടിച്ച് നിന്നതിന് ഇത്തവണ ഗുണമുണ്ടാവും. തമ്പടിച്ച് നിന്നതിന് മാത്രമല്ല, ഒരുപാട് മനസ്സിലാക്കിയതിൻ്റെ, സമ്പർക്ക ബലം എന്ന് പറയുന്നത് സ്വാംശീകരിച്ചതിൻ്റെ ഗുണം ഉണ്ടാകും. വെറുതെ തമ്പടിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. തരും എന്നാണ് ഉറച്ച വിശ്വാസം. താങ്ക് യു.